കൊല്ലൂർ ഹൊസനഗര ശ്രീ രാഘവേശ്വര ഭാരതി മഠം വികസിപ്പിച്ചെടുത്ത പഞ്ചഗവ്യ ചികിത്സാരീതിയാണ് പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ ബഡ്സ് സ്കൂളിലെ കുട്ടികളിൽ നടപ്പിലാക്കുന്നത്. പഞ്ചായത്തുമായി സഹകരിച്ച് 1 വർഷം നീണ്ടുനിൽക്കുന്ന സൗജന്യ ചികിത്സയാണ് നടത്തുക. ഇവർക്ക് മരുന്ന് വിതരണം ചെയ്യും. ഈ ചികിത്സാ പദ്ധതിയുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി VS ശിവകുമാറാണ് നടത്തേണ്ടിയിരുന്നത്. എന്നാൽ ശാസ്ത്രീയമായി പഠനം നടത്താത്ത മരുന്നുകൾ കുട്ടികളിൽ പരീക്ഷിക്കുകയാണെന്ന ആരോപണത്തെ തുടർന്ന് മന്ത്രി ചികിത്സാ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും പിന്മാറി. മരുന്നുകൾക്ക് അംഗീകാരം നൽകുന്ന സർക്കാരിന്റെ ഏജൻസികൾ പഠനം നടത്തിയ ശേഷം ചികിത്സാ പദ്ധതിക്ക് അനുമതി നൽകുമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഒരു മരുന്ന് പ്രത്യേകിച്ച് എൻഡോസൾഫാൻ മേഖലയിൽ അത് മരുന്ന് കൊടുക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും അനുവദിക്കില്ല. അത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് പ്രോജക്റ്റ് തരാൻ പറഞ്ഞു. പ്രോജക്റ്റ് അത് രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ ക്ലിനിക്കൽ ടെസ്റ്റ് നടത്തിയിട്ട് അത് കൊടുക്കാൻ കഴിയുന്നതാണെങ്കിൽ അത് അനുവദിക്കും. എൻഡോസൾഫാൻ ദുരിതബാധിതരായ കുട്ടികളുടെ രക്ഷിതാക്കളിൽ നിന്നും സമ്മതപത്രം വാങ്ങിയാണ് ചികിത്സ നടപ്പിലാക്കുന്നതെന്ന് മാ ഫൗണ്ടേഷൻ ഭാരവാഹികൾ പറഞ്ഞു. സർക്കാരിന്റെ അനുമതിക്ക് ശേഷം കുട്ടികൾക്ക് ചികിത്സ ആരംഭിക്കും. പഞ്ചഗവ്യ ചികിത്സ പുതിയ സമ്പ്രദായങ്ങളൊന്നുമില്ല, ആയുർവേദം തന്നെയാണിത്. ആയുർവേദത്തിന് ഒഴിഞ്ഞിട്ടുള്ള യാതൊരു ചികിത്സാ സമ്പ്രദായങ്ങളും ഇതിലില്ല. കേരളത്തിലെ പല ആയുർവേദ സ്ഥാപനങ്ങളിലും അളവിലധികം ഗോമൂത്രം ഉപയോഗിച്ച് പരീക്ഷണം നടത്തുന്നതായി നേരത്തെ ആരോപണമുണ്ട്. മീഡിയ 1 കാസർകോട്.